മഗ്‌രിബിന്റെ സമയമായി. ഉസ്മാൻ റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ചു. ആ സമയത്താണ് എതിരാളികൾ വാതിൽ തുറന്നിട്ട് അകത്തോട്ട് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. പുറകിൽ ദൂർച്ചയുള്ള കുന്തം കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുതുകത്തോട്ട് കുത്തിയിറക്കി. വാളിന്റെ അഗ്രഭാഗം വയറ് തുളച്ചു കീറിയിട്ട് കുട്ടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി. രക്തമിങ്ങനെ തരിച്ചൊഴുകുമ്പോ കയ്യിലിരിക്കുന്ന ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുകയാ. സൂറത്തുൽ ബഖറയിലെ എനിക്കെന്റെ അല്ലാഹു മതി എന്ന ആയത്തിലേക്ക്. നാളെ ഉസ്മാനെ നിനക്ക് സ്വർഗമുണ്ട്. അന്ന് നിനക്കൊരു മുസീബത്ത് വന്നാൽ നീ സഹിക്കണമെന്ന് പറഞ്ഞപ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതേ അർത്ഥമുള്ള ആയത്തിൽ രക്തത്തുള്ളി വീണു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭാര്യ ഓടി വന്നു. വാൾ തലപ്പിലിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ദുന്നൂറൈനി ഇരട്ട പ്രകാശത്തിന്റെ ഉടമയെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ കൊട്ടൽമാല പിച്ച് ചീന്തിയപ്പോ ഭാര്യ ഓടി വന്ന് അരുതേ എന്ന് വിളിക്കുമ്പോ എതിരാളിയുടെ വാൾ ആഞ്ഞു ചവിട്ടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ 2 കൈകൾ വെട്ടിമുറിക്കപ്പെട്ടു. 2 കൈകൾ മുറിക്കപ്പെട്ട് താഴെ വീണ ഭാര്യയെ കാലിന് പിടിച്ചു വലിച്ചു വെളിയിലോട്ട് എറിഞ്ഞു ശത്രുക്കൾ. ഉസ്മാൻ റളിയല്ലാഹു തആല കുട്ടൽമാല വെളിയിലോട്ട് ചാടുമ്പോ ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീടുമ്പോ ആ രക്തത്തുള്ളികൾ ഖുർആൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആദ്യമായി ഇന്ന് കാണുന്ന രീതിയിൽ ഖുർആൻ ലിപി ഉണ്ടാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി. അടിയും പിടിയുമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയാറുണ്ട്, ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ എല്ലാവർക്കും ഒരു ദുഃഖമേ ഉള്ളൂ. എനിക്ക് 2 ദുഃഖമാണ്. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദുഃഖം. പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു സഞ്ചി തന്നിരുന്ന ആ സഞ്ചി നഷ്ടപ്പെട്ടു പോയ ദുഃഖം. ഒരു ദിവസം വിശന്നപ്പോ നബി തങ്ങളുടെ അടുക്കൽ ഞാൻ പോയി. നബി ഒരു സഞ്ചി തന്നു. അബൂ ഹുറൈറ, എപ്പോ വിശന്നാൽ കൈയിട്ടാ മതി, അതിന്റെ ഉള്ളിൽ നീത്തപ്പഴം വരും. ആ മാന്ത്രിക സഞ്ചി എനിക്ക് ആ ബഹളത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. ഇസ്ലാമിക ലോകത്തിനെല്ലാം നഷ്ടപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തും വഹിച്ചുകൊണ്ട് മദീനത്തുൽ ബഖീയിലേക്ക് മയ്യത്തടക്കാൻ സഹാബത്ത് പോകുമ്പോ സഹോദരങ്ങളെ എതിരാളികൾ പാത്തിരുന്നിട്ട് കല്ലെറിയാൻ തുടങ്ങി. സഹാബത്തിനെ കല്ലെറിഞ്ഞു. അവസാനം ഏത് സഹിക്കാൻ കഴിയാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പൊതു റോഡിൽ വെച്ചിട്ട് സഹാബത്തോട് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു മരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ കൂട്ടുകാരൻ പൊതുനിരത്തിൽ ഒരാള് നോക്കാനില്ലാതെ, ഒരാളില്ലാതെ, ഏത് കാരണം വരാൻ കഴിയാതെ പൊതുജന മധ്യത്തിൽ നടുറോഡിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കിടന്നു. അവസാനം എല്ലാം ശാന്തമായി. സഹാബത്ത് വന്ന് വീണ്ടും മയ്യത്തെടുത്തു. ജന്നത്തുൽ ബഖീൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മയ്യത്തടക്കാൻ പോയപ്പോ എതിരാളികളെ സമ്മതിച്ചില്ല. ഇവിടെ അടക്കാൻ പറ്റില്ല, ജന്നത്തുൽ ബഖീൽ നിന്ന് വെളിയിലാക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ജന്നത്തുൽ ബഖീൽ അടക്കാൻ സമ്മതിച്ചില്ല. അവസാനം ജന്നത്തുൽ ബഖീലിന്റെ വെളിയിലാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തടക്കം ചെയ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ സിയാറത്തിന് പോയാൽ ജന്നത്തുൽ ബഖീലിന്റെ ഉള്ളിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്. ഖബർ ബഖീലിന്റെ ഉള്ളിലാണ്, അല്ലേ? ബഖീലിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബിയുടെ വഫാത്ത്. എത്ര നന്നായി ജീവിച്ചു. ഖുർആൻ സ്തുതിച്ച അടിമ. ഇതാണ് ഖുർആൻ സ്തുതിച്ച അടിമയുടെ വഫാത്താണ്. ബഖീൽ അടക്കാൻ സമ്മതിച്ചില്ല, എറിഞ്ഞു, വെളിയിലടക്കി. പക്ഷേ അമവി കാലഘട്ടത്തിൽ ജന്നത്തുൽ ബഖീൽ വിശാലമാക്കി. ഉസ്മാൻ ഖബർ ഓട്ടോമാറ്റിക്കായിട്ട് ബഖീലിന്റെ ഉള്ളിലെ. ഞാൻ ഹജ്ജിന് പോകുമ്പോൾ എന്റെ കൂടെ 206 പേരുണ്ട്.
അവരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുമ്പിൽ നിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലെ കൂട്ടുകാരനാന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ റസൂലുള്ളാഹിയുടെ തൊട്ടടുത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തൊട്ടടുത്ത. പക്ഷേ മൂന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത മരുമകൻ എന്തേ വെളിയിലായി ഇത്ര അകലത്തിലെന്ന് നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അറിയാതെ മനസ്സ് പറഞ്ഞു പോയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് നേരെ നോക്കിയാൽ ഒരൊറ്റ വര വരച്ചാലെത്തുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ നേരെയാ. അങ്ങകലെയാണെങ്കിലും ആ ബന്ധത്തിന്റെ പൂർണ്ണത പോലെ, പ്രേമത്തിന്റെ ആവിഷ്കാരം പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് നേരെ ഒരു വര വരച്ചാൽ എത്തുന്നത് എവിടേക്കെന്നറിയോ? അലാ സദരിൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ. അങ്ങനെ ഖുർആൻ സ്തുതിച്ച അടിമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അള്ളാഹു നമ്മുടെ ഇന്നത്തെ വഅദ് കബൂലാക്കട്ടെ. കബൂലാകണമെങ്കിൽ ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ടായിരുന്നു. ആ 3 ഗുണം ജീവിതത്തിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ചെയ്യോ ചെയ്യോ. ഒന്ന് രഹസ്യമായും പരസ്യമായും ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. പിരിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു നൽകട്ടെ. ജീവിതത്തിൽ ചെയ്യണം, രഹസ്യമായും പരസ്യമായും. നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വന്നു, അവൻ ഒരു നേരത്തെ നിനക്ക് 100 കൊടുക്കാനില്ല, 10 റുപ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ സദഖ അത് അവനവന്റെ കഴിവനുസരിച്ച് അള്ളാഹു നൽകട്ടെ. 2 സഹോദരിമാര് സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പരലോകത്തിൽ നിന്റെ പ്രതിഫലം നൽകണേ അള്ളാഹുവേ. പടച്ചവനെ ഒരു സ്വർണ്ണ മോതിരം അസുഖക്ഷിപ്പയാവൻ. ആരും എഴുന്നേക്കണ്ടോടെ 3 കാര്യം പറഞ്ഞു തരട്ടെ. 3 കാര്യം പറഞ്ഞു തരട്ടെ. 1 സദഖ ചെയ്യുക. 2 ആണുങ്ങൾക്ക് ഇപ്പൊ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെയ്യോ ചെയ്യോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണങ്കാലിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം മാറി കിടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ വസ്ത്രം മറച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ള അങ്ങനെ തന്നെ ഇരുന്നു. വെളിവായ ഭാഗം റസൂലുള്ള മറച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ വസ്ത്രം എടുത്തിട്ട് ആ വെളിവായ കാലിന്റെ ഭാഗം മറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അബൂബക്കർ വന്നപ്പോ മറച്ചില്ല, ഉമർ വന്നപ്പോ മറച്ചില്ല റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ എന്തേ നബിയേ നിങ്ങൾ മറച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കാരണത്താൽ മാറി നിൽക്കുന്ന മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നാണം കാണിക്കണ്ടേ? ഏറ്റവും വലിയ ലജ്ജയുള്ള സഹാബി, കാമിലുൽ ഹയാഇ വൽ ഈമാൻ, ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള പുരുഷൻ. നമ്മൾ സ്ത്രീകളുടെ ലജ്ജയെ കുറിച്ച് വലുത് പറയും. ഞാൻ നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ, ഘടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ, പുരുഷന് ലജ്ജ വേണം എന്ന് പറഞ്ഞ ഇത്തിരി പണം കൂടി ഒന്ന് ഗൾഫിൽ പോയി വന്ന രാവിലെ കെട്ടിക്കാറായ പെമ്മക്കളുണ്ടെങ്കിൽ ബർമുട ഇട്ടോട്ട് വാപ്പ നടക്കരുതെന്ന് ചുരുക്കും. എനിക്ക് പണമുണ്ട്, എനിക്ക് അത്യാവശ്യ സാമ്പത്തികമുണ്ട് എന്ന് 4 പേര് അറിയാതെ ഇപ്പോഴത്തെ അടയാളം എന്താ? ബർമുട. എനിക്ക് പണമുണ്ട്, ഞാൻ ഗൾഫിലാണ്, അത്യാവശ്യമൊക്കെ ആയി എന്നറിയിക്കാനുള്ള സിമ്പൽ ഏതാ? പെണ്ണിനല്ല, പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. ലജ്ജയുള്ള പുരുഷനാണ്. 3 ഗുണപാഠം ഇന്ന് പഠിച്ചിട്ട് പോയി. 2 ദിക്ർ പഠിച്ചില്ലേ? മറന്നാ? ഇന്നത്തെ മറന്ന 2 ദിക്റും പഠിച്ചു, 3 ഗുണപാഠവും പഠിച്ചു. ഇത് ഇൻഷാ അല്ലാഹ് ജീവിതം. 1 സദഖ കടിയുന്ന പോലെ ചെയ്യും. എല്ലാ സദസ്സിലും ചെയ്യും. വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് വരുമ്പോ ഒടുക്കത്തിരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരാൾ ഉറക്കമില്ലാത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ എനിക്കൊരു കോടീശ്വരൻ അറിയാം, മഹല്ലൊന്നും പറയില്ല, ഇന്നേ വരെ വെള്ളിയാഴ്ച ആൾ ഒരു കേട്ടിട്ട്. അയാൾക്കാണെങ്കിലോ എത്ര സമ്പത്തുണ്ടെന്ന്, 2 മക്കൾ ആൺമക്കളാ. സമ്പത്ത് വീതിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ എഴുതി അളന്നാ പറ്റൂല. 2 കല്ലെടുത്തിട്ട് ഇങ്ങനെ അറിയണം. ആ കല്ല് പോണത് മൂത്ത മോൻ, ഈ കല്ല് പോയി ഇവിടെ ഇളയ മോൻ. അങ്ങനെ തിരിക്കാൻ പറ്റും. അത്രയ്ക്ക് സമ്പത്ത്. അള്ളാഹു സദക്കയുടെ സ്വഭാവം തരട്ടെ. 2 ലജ്ജ വേണം. ചെറുപ്പക്കാരൻ ലജ്ജ വേണം. ഈ ഇന്നർവെയർ മുകളിലും പാന്റ് താഴെയും കിടക്കുന്ന ഈ ആഭാസം അവസാനിക്കും.
അള്ളാടെ റഹ്മത്തിന്റെ നാട്ടുണ്ടാവില്ല. പിന്നെ ഇമാതിരി എന്താ അതിന്റെ പേര്, മുടി ഇങ്ങനെ വെക്കണ സാധനം, ഈ കാന്തം മണ്ണിലിട്ടാ സാധനം ഇരിക്കണവരിക്കില്ല മുടി. എന്തായാലും സ്പൈക്ക്, അതെ സ്പൈക്ക്, സ്പൈക്ക് ചെയ്യുക. ഈ ആഭാസം നിർത്തണം. പള്ളിയിൽ പോയപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പുരുഷൻ മാന്യമായ രീതിയിൽ ചെറുപ്പക്കാരെ വേഷവിധാനം ചെയ്യണം. ഇത് ആഭാസമാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കൾ നോക്കൂല. ഇതിന്ന് മാറണം. ചെയ്യോ? 1 സദക്ക, 2 ലജ്ജ, 3 ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറ് കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. ഖബറ് കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. പൊന്നുമോനെ, ഒരു സ്വഭാവം ഉണ്ടാക്കണം. നാളെ മുതൽ സ്വർഗം ഉറപ്പിച്ച മുത്തക്കിയാണ് നീ. നിന്റെ പള്ളിപ്പറമ്പിലെ ഖബറ് കാണുമ്പം ഒരു തുള്ളി കണ്ണുനീര് ചാലിട്ടെടുക്കണം. വീട്ടിലെ മെത്തയും വിട്ട് പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരതു ചേർത്ത് മണ്ണതിനാലെ മറമാടും കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നാളെ ശേരിൽ പുതിയാപ്പിളയെ പോലെ കണ്ണില് സുറുമയിട്ട് കുന്തിരിക്കവും വെച്ച് ഒരിക്കലും മണ്ണ് പറ്റാത്ത വെള്ളത്തുണിയിട്ട് കബറിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നിടെന്താ? വീട്ടിലെ മെത്തയും വിട്ട് വിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. പടച്ചവനെ, 6 അടി മണ്ണിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നത് കല്ലും മണ്ണുമല്ലേ? അന്ന് മുസാഫഹത്ത് ചെയ്യാൻ നിന്നവരെവിടെ? അഹമ്മദ് കബീർ 6 അടി ഒന്നും ഉണ്ടാവില്ല. കിളയ്ക്കുമ്പൊരൽപ്പം കല്ല് കണ്ടാൽ വെട്ടുന്നവരൽപ്പം മാറ്റും. 6 അടി കുറഞ്ഞു, 6 അടിയില്ല. വെട്ടിയപ്പോ കല്ല് കണ്ടന്തറയിലെ പള്ളിയില് വെട്ടുന്നവര് തൂമ്പൊരൽപ്പം ഇങ്ങോട്ട് മാറ്റി. 6 അടി പോലും ഇല്ല. മലന്നിങ്ങനെ കിടക്കുകയാണ് അഹമ്മദ് കബീർ. കാത്ത പ്രസംഗത്തിന് കാത്തിരുന്നത് എവിടെ? മുസാഫഹത്ത് ചെയ്തവരെവിടെ? ഉസ്താദ് എന്ന് പറഞ്ഞു പുറകെ നടന്നവരെവിടെ? കാത്തിരുന്ന മക്കളെവിടെ? കെട്ടിപ്പിടിച്ച ഭാര്യ എവിടെ? അല്ലാഹുവേ, മരണം പറയാതെ ഞാൻ അവസാനിപ്പിക്കാറില്ല. എന്തെന്നറിയോ? റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രഭാഷകൻ വന്നിട്ടുണ്ട്. എന്തൊരു വഹളാണ്, എന്തൊരു പ്രസംഗമാണ് നബിയേ. ജനലക്ഷങ്ങൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാ. റസൂലുള്ള ചോദിച്ചു, ആ പ്രസംഗിക്കുന്ന ആളും മരണത്തെ കുറിച്ച് വഹള് പറയുവോ? ഇല്ല നബിയെ, മരണത്തെ കുറിച്ച് പറയാറില്ല. എന്നാ അയാള് നല്ല പ്രഭാഷകനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഞാൻ മരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു നല്ല പ്രഭാഷകനാക്കട്ടെ, ഇഹത്തിലും പരത്തിലും. അല്ലാഹുവേ, അഹമ്മദ് കബീർ മലന്ന് കിടക്കാണ്. പലക വെച്ചിട്ട് മുകളിൽ പലക വെച്ചു. ഒരു ചെറിയ സുഷിരം കണ്ടു. ആളുകൾ പറഞ്ഞു, ആ ഊട്ട കൂടെ അടയ്ക്കുക. പലക വെച്ചടച്ചു. പലകയുടെ ഇടയിൽ ഒരു വിടവ്. അവിടെ മണ്ണ് ഉടച്ചിട്ട് അടയ്ക്കും. മണ്ണ് താഴോട്ട് വീഴാൻ പാടില്ല. ഒരു ശ്വാസം പോലും അകത്തോട്ട് വരാത്ത രാത്രിയിൽ പൊന്നുമോനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ ഖബർ കണ്ടിട്ട് കരയുന്നത്? എന്തിനാ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനല്ലയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി പറഞ്ഞ് ഞാൻ തിരിയുകയാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടി ഒന്നാമത്തേതാണ്. ഖബറിൽ രക്ഷപ്പെട്ടോ, സിറാത്ത് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, ഹിസാബ് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, അർശ് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിന്റെ ആദ്യത്തെ കവാടം ഖബറാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടനുമാ വിട്ടു നീ കരേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹുവേ, ഞങ്ങളെ ഖബറി രക്ഷിക്കണേ. അല്ലാഹുവേ, ഒരൊറ്റ വഴി ഖബർ കാണുമ്പോ കരയുക. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ.